പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്നതായ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ലെസൺ 14 ആണ്, അതായത് ന്യായാധിപന്മാരുടെ പുസ്തകം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് ജോഷുവയുടെ പുസ്തകമാണ്. ആ ചരിത്ര പുസ്തകത്തിന് ശേഷമായിട്ട് ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവരുടെ ഒരു ചരിത്ര പുസ്തകമാണ് ഈ ലെസൺ 14 നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്, ന്യായാധിപന്മാരുടെ പുസ്തകം. സാധാരണയായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം അധികം പേരും വായിക്കാറില്ല. പ്രത്യേകിച്ച് ദൈവവചനം സംസാരിക്കുമ്പോൾ പ്രസംഗികരൊക്കെ, ദൈവവചന ശുശ്രൂഷകരൊക്കെ മിക്കവാറും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നും ദെബാരയുടെ കഥകൾ പറയാറുണ്ട്, ഗിദെയോൻ്റെ ചരിത്രങ്ങൾ പറയാറുണ്ട്, ഇബ്താഹിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയാറുണ്ട്, ശിംശോൻ്റെ കാര്യങ്ങൾ ഒക്കെ തങ്ങളുടെ വചന ശുശ്രൂഷകളിൽ സംസാരിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് കുറേ കൂടെ ന്യായാധിപന്മാരുടെ ചരിത്രങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഈ ചരിത്ര പുസ്തകത്തിൻ്റെ പശ്ചാത്തലവും ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതായ കാര്യങ്ങൾ ഒക്കെ നമ്മൾ അല്പം വിശദമായിട്ട് പഠിക്കുമ്പോൾ ഈ പുസ്തകം ഒരു പാഠം കൊണ്ട് തീർക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. അതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ ചില അധ്യായങ്ങൾ ഇന്നും അടുത്ത അധ്യായങ്ങൾ അടുത്ത ലെസണിലും നമ്മൾ പഠിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ എന്നീ പുസ്തകങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ പഠിച്ചത്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദത്തം ചെയ്തതായ ആ ദേശം, കനാൻ ദേശത്ത് ജോഷുവ ഇസ്രായേൽ ജനത്തെ കൊണ്ട് എത്തിച്ചു, ജനത്തിന് ഒരു സ്വസ്ഥത കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം ആരംഭിക്കുന്നത് ജോഷുവയുടെ മരണത്തിന് ശേഷവും അങ്ങോട്ട് പോയി കഴിഞ്ഞ് ഏകദേശം 350 വർഷക്കാലം കഴിഞ്ഞ് ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതായ ആ കാലവും ഇതിനിടയ്ക്കുള്ളതായ കാലത്ത് സംഭവിച്ചതായ കാര്യങ്ങളും, അവിടെ ദൈവം തൻ്റെ ജനത്തെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എങ്ങനെ വീണ്ടെടുത്തു, അതിനുവേണ്ടി ഉപയോഗിച്ചതായ ന്യായാധിപന്മാരുടെ ചരിത്രവും ദൈവത്തിൻ്റെ ആലോചനയുമാണ് ഇവിടെ നമ്മൾക്ക് ഈ പുസ്തകത്തിൽ നിന്നും പഠിക്കുവാനായിട്ട് ഉള്ളത്. ആരായിരുന്നു ഈ ന്യായാധിപന്മാർ എന്നുള്ളത് ന്യായമായ ഒരു ചോദ്യമാണ്. ഇന്നത്തെ പോലെ കോർട്ടുകളിൽ ഒരു ന്യായാധിപൻ, ഒരു ജഡ്ജി ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നതായ ആൾ അല്ല ന്യായാധിപൻ ഇന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു പാറ്റേൺ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ജോഷുവയുടെ കാലശേഷം അടുത്ത തലമുറ കടന്നു വരുമ്പോൾ അവിടെ ഈ ജനങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതായ ആ ആരാധനാ രീതിയിൽ നിന്നും മാറി അവിടുത്തെ തദ്ദേശവാസികളുടെ വിഗ്രഹങ്ങളെയും ദേവന്മാരെയൊക്കെ ആരാധിക്കുവാനായിട്ട് പോവുകയും അവരുടെ മക്കളെ വിവാഹം കഴിച്ച് സങ്കര വിവാഹം കഴിച്ചിട്ട് അങ്ങനെ ജീവിതം നയിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ ദൈവം മറ്റ് ശത്രു രാജ്യങ്ങളെ അല്ലെങ്കിൽ ജാതീയ രാജ്യങ്ങളെ ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവരെ ശിക്ഷിക്കുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതായിട്ട് കാണുന്നു. ജാതീയ രാജാക്കന്മാരുടെയും ദേശക്കാരുടെയും അടിമകളായി ജീവിക്കുമ്പോൾ അവർ വളരെ കഷ്ടത്തിലാകുന്നു, വളരെയധികമായ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവത്തിങ്കലേക്ക് നോക്കി, കർത്താവേ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ച് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ മനസ്സലിവുള്ളവനായ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു യുദ്ധവീരനെ എഴുന്നേൽപ്പിക്കുന്നു, അവനെ ശക്തീകരിക്കുന്നു. ദൈവപ്രവൃത്തി അവിടെ നടക്കുന്നതായിട്ടാണ് നമ്മൾക്ക് ഈ ഭാഗങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
ഈ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും കാണുന്നതായ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അക്കാലത്ത് ഇസ്രായേലിൽ രാജാവ് ഇല്ലായിരുന്നു. ജനം ബോധിച്ചതുപോലെ നടന്നു. ഓരോരുത്തർക്കും തോന്നിയതുപോലെ അവരവരുടെ നിയമങ്ങൾ അനുസരിച്ച് അവർ നടന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയുള്ളതായ ഒരു കാലഘട്ടമായിരുന്നു ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ആരായിരുന്നു ഈ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ? ഇവിടെ ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ജോഷുവായുടെ കാലത്ത് ദേശം അവകാശമാക്കി ഗോത്രങ്ങൾക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ ഓരോ ഭാഗങ്ങൾ സൗത്തിൽ നിന്നും പുറപ്പെട്ട നോർത്ത് വരെ പല ഭാഗങ്ങളായിട്ട്, പല റീജിയൻസായിട്ട് ഓരോ മലകളും താഴ്വരകളും ഉൾപ്പെടുന്നതായ ദേശം അവർക്ക് വീതിച്ചു കൊടുത്തിട്ട് ആ ദേശത്തുള്ളതായ ദേശവാസികളെയെല്ലാം പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയണം എന്നുള്ളതായ കൽപ്പനയായിരുന്നു ദൈവം അവർക്ക് കൊടുത്തത്. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ഒരു പാപം അല്ലെങ്കിൽ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത്, ആ കൽപ്പന അവർക്ക് പൂർണ്ണമായിട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. കനാന്യർ തുടങ്ങി പല ദേശവാസികളായ ജാതികൾ അവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെയും ഒരു വിധത്തിൽ തോൽപ്പിച്ചു. എന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടി അവരുടെ സ്ലേവ്സായിട്ട്, അടിമകളായിട്ട് ആ ജാതീയ വർഗത്തിൽപ്പെട്ടതായ ആൾക്കാരെയൊക്കെ അവിടെ താമസിക്കുവാനായിട്ട് അനുവദിക്കുന്നതായിട്ട് കാണുന്നു. അവർ താഴ്വരകളിൽ താമസിക്കുന്നു, അതുപോലെ തന്നെ മലമുകളിൽ ഇവർ താമസിക്കുന്നു. അതുകൊണ്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ, ഈ ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങൾ തമ്മിൽ പലതായിട്ട് വിഭജിക്കപ്പെട്ടു. താഴ്വരകളും മലകളുമായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ഓരോ ഗോത്രങ്ങൾ മാറ്റപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ കാലക്രമേണ ഈ ജാതികൾ വർദ്ധിച്ച് പെരുകി ബലപ്പെട്ട് അവർ വലിയ ശക്തിയായിട്ട് തീരുന്നു. അവർ ഇവരെ കീഴ്പ്പെടുത്തുന്നു. ഇവരുടെ അടിമകളായിട്ട് ഇസ്രായേൽ മക്കൾ തീരുന്നു. ഓരോരോ റീജിയനായിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതാത് സമയങ്ങളിൽ ദൈവം ഓരോ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ച് ദൈവം അവരെ വിടുവിക്കുന്നതായിട്ട് കാണുന്ന ഒരു ചരിത്ര പുസ്തകമാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം. ഇനി ആരാണ് ഈ പുസ്തകം എഴുതിയത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ, അവിടെ നമുക്ക് അസ്യൂം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്, യോശുവയുടെ മരണശേഷം 350 വർഷങ്ങൾ കഴിയുമ്പോൾ, അതുവരെ രാജാവില്ലായിരുന്നു. എന്നാൽ ഇവർ ഒരു രാജാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. ശമൂവേൽ പ്രവാചകൻ്റെ സമയത്ത് ഈ ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഈ ജോഷുവയുടെ മരണശേഷം മുതൽ ശമൂവേൽ ശൗൽ രാജാവിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി ആക്കുന്നതായ സമയം വരെയുള്ളതായ സമയമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് ഈ ശമൂവേലായിരിക്കണം ഇതിൻ്റെ എഴുത്തുകാരൻ എന്നാണ് വേദപണ്ഡിതന്മാർ പരക്കെ വിശ്വസിക്കുന്നതായ കാര്യം. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായി 7 കാലഘട്ടങ്ങളായിട്ട് അവയെ നമുക്ക് തിരിക്കുവാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് ഒത്നിയേലിൻ്റെ സമയത്ത് മെസോപ്പൊത്തിയമ്മയ്ക്ക് എതിരെ ഉള്ളതായ യുദ്ധം. രണ്ടാമതായിട്ട് യേഹൂദും ശങ്കറും മോവാബിനെതിരെ ഉള്ളതായ യുദ്ധം. മൂന്നാമതായിട്ട് ദെബോര എന്ന് പറയുന്നതായ പ്രവാചകി അല്ലെങ്കിൽ ജഡ്ജ് കനാന്യർക്കെതിരെ യുദ്ധം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാലാമതായിട്ട് ഗിദയോൻ മിദ്യാന്യർക്കെതിരെ യുദ്ധം ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അഞ്ചാമതായിട്ട് തോല യായീർ അബീബേലെക്കിന് എതിരായിട്ട് യുദ്ധം ചെയ്യുന്നു. ആറാമത്തെ ഘട്ടമെന്ന് പറയുന്നത് യിഫ്താഹ്, ഇസ്ബാൻ, യേലോൻ, അബ്ദോൻ എന്നിവർ ഫെലിസ്തീയർക്കും അമ്മോന്യർക്കും എതിരെ യുദ്ധം ചെയ്യുന്നു. ഏഴാമതായിട്ട് ശിംശോൻ്റെ കാലഘട്ടത്തിൽ ഫെലിസ്തീയർക്ക് എതിരെ ഈ
യുദ്ധം ചെയ്ത് ഇസ്രായേൽ മക്കളെ വിടുവിച്ച് ഇവരൊക്കെ ഈ ന്യായാധിപന്മാരായിട്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരായിട്ട് ഈ വേദപുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ മക്കൾ ദേശം കൈവശമാക്കണമെന്ന് പറഞ്ഞിട്ടും ചില ഫെയിലിയേഴ്സ് ഇവിടെ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ മലനാട് കൈവശമാക്കി, എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അവരെ നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ താഴ്വരയിലെ ആൾക്കാർ അവിടെ തന്നെ പാർക്കുവാനായിട്ട് അനുവദിച്ചു. ഇവർ മല മുകളിലും താമസിക്കുന്നതായിട്ട് കാണുന്നു. 1:21 നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ബെന്യാമീൻ മക്കൾ യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസിയരെ നീക്കിക്കളഞ്ഞില്ല. അപ്പോൾ യെരുശലേം ജാതികളുടെ അവകാശത്തിൽ തന്നെയാണ് ഇരുന്നത്. അവർ ദാവീദിൻ്റെ സമയം വരെ യെബൂസിയർ യെരുശലേമിൽ പാർത്തിരുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദാണ് യെരുശലേം ആ പട്ടണം പിടിച്ചെടുത്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1:27 നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മനശ്ശെ ബേത്ത്ശാനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, താനോക്കിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, ദോരിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, ഇബ്ളയാമിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, മെഗിദോവിലും അതിൻ്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്ത് തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേലിന് ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയവേല ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന കംപ്ലീറ്റായിട്ട് ഏറ്റെടുക്കാതെ അവരുടെ മാനുഷികമായ ബുദ്ധി ഉപയോഗിച്ച് അവിടെയുള്ളതായ കനാന്യരെയും ജാതീയ വർഗക്കാരെയൊക്കെ അവിടെ സൂക്ഷിച്ചതിൻ്റെ പരമായിട്ട് അവരുടെ കൾച്ചർ, അവരുടെ ദേവന്മാർ, അവരുടെ വിഗ്രഹങ്ങൾ, അവരുടെ മക്കളെ വിവാഹം കഴിച്ചു. ഇതിനെയൊക്കെ സേവിച്ചുകൊണ്ട് ദൈവമായിട്ടുള്ളതായ വേർപാട് പാലിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവിടെയാണ് അവരുടെ തോൽവിയായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്: അനന്തരം യഹോവയുടെ ദൂതൻ ഗിൽഗാലിൽ ബോഖീമിലേക്ക് വന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു, നിങ്ങളുടെ പിതാക്കന്മാരോട് സഖ്യത ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. നിങ്ങളോടുള്ള എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കയില്ല എന്നും നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണം എന്നും കൽപ്പിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയെന്ന് പറയുന്നത് ആ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യരുത്, അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണം എന്നും കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിച്ചില്ല എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയും ദൈവത്തിൻ്റെ വാക്കും അവർ അനുസരിച്ചില്ല എന്നുള്ളത് ദൈവസന്നിധിയിൽ വലിയ ഒരു പ്രശ്നമായിട്ടാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്തത് എന്ത്? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്ത് മുള്ളായിരിക്കും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കണിയും ആയും ഇരിക്കും എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുക്കാതെ അവർ മുൻപോട്ട് പോയതുകൊണ്ട് അവരുടെ ബുദ്ധിപ്രകാരം അവർ മുൻപോട്ട് പോയതുകൊണ്ട് ദൈവം പറയുന്നു, അവർ ജാതികൾ നിങ്ങളുടെ വിലാപ്പുറത്ത് ഒരു മുള്ളായിരിക്കും. നമ്മളുടെ പുറത്ത് ഒരു മുള്ളു കൊണ്ടാൽ എത്രമാത്രം വേദനയുണ്ട്. അത് ആർക്കും എടുത്തു കളയുവാൻ പ്രയാസമാണ്. ആരെങ്കിലും സഹായം കൂടാതെ അത് എടുത്തു കളയുവാനായിട്ട് സാധ്യമാകില്ല. അത്രമാത്രം വേദനിക്കും. അങ്ങനെയുള്ളതായ വേദനയുടെ അനുഭവങ്ങൾ ആർക്കും സഹായിപ്പാൻ കഴിയില്ലാതെ അടിമകളായിട്ട് ജീവിക്കുന്ന അനുഭവങ്ങളാണ് തുടർന്നുള്ളതായ 350 വർഷങ്ങൾ നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കണിയായും ഇരിക്കും. അവരുടെ ദേവന്മാരെയൊക്കെ ആരാധിക്കുവാൻ വേണ്ടി അവിടെ നിന്നും വിവാഹം കഴിച്ച് വരുന്നതായ കുട്ടികളൊക്കെ ഇവരുടെ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോവുകയും അവരുമായിട്ട് സംസർഗം ചെയ്ത് ദൈവത്തെ
ആരാധിക്കുന്നതായ സ്വഭാവത്തിൽ നിന്നും മാറി ദേവന്മാരെ ആരാധിക്കുന്ന, അന്യദേവന്മാരെ ആരാധിക്കുന്ന സ്വഭാവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഐഡലേറ്ററി സംഭവിക്കുകയും ദൈവം വളരെയധികമായിട്ട് കോപിക്കുകയും ചെയ്യുന്നതായ അവസ്ഥ ആണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പിന്നെ ആ തലമുറ ഒക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ വന്നു. യോശുവയുടെ സമയത്ത് യോർദാൻ നദി കടന്ന് അക്കര കയറിയതായ ജനം ദൈവത്തിൻ്റെ അടയാളങ്ങൾ കാണുകയും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും യോശുവയെ ദൈവം സഹായിച്ചതായ കാര്യങ്ങളൊക്കെ കാണുകയും അതുപോലെ തന്നെ ഈ യെരിഹോ കോട്ടയൊക്കെ അത്ഭുതകരമായിട്ട് ഇടിഞ്ഞു വീണതായ താണുവണ്ണതായ ആ കാര്യങ്ങളൊക്കെ കണ്ടതായ ആ തലമുറ ദൈവത്തെ സേവിച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോശുവ പറയുമ്പോൾ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, നിങ്ങളും അങ്ങനെ ചെയ്യണം, അത് നിങ്ങളുടെ ചോയ്സാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യോശുവ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. എന്നാൽ ആ യോശുവയുടെ കൂടെയുള്ളതായ ആ തലമുറകൾ ദൈവത്തെ സേവിച്ചു. എന്നാൽ അടുത്തു വരുന്നതായ ഒരു തലമുറയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ളതായ പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾക്ക് ഒരു ലെസൺ ഇവിടെ പഠിക്കുവാനായിട്ടുള്ളത്, നമ്മൾ ദൈവത്തെ അറിയുന്നവരാണ്, ദൈവത്തിൻ്റെ വചനങ്ങളെ അറിയുന്നവരാണ്, ദൈവപ്രവൃത്തികളെയും ദൈവത്തിൻ്റെ അത്ഭുത കരുണയെയും ഒക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ നമ്മളുടെ പൈതങ്ങൾ മറ്റൊരു തലമുറയായിട്ട് വളർന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒക്കെ അവരോട് വിവരിച്ച് ഈ കാര്യങ്ങളൊക്കെ ദൈവവചനം അവരുടെ ഹൃദയത്തിലേക്ക് നമ്മൾ പകർന്നു കൊടുത്താൽ ഇന്നത്തെ കൾച്ചറുമായിട്ട് മിങ്കിള് ചെയ്ത് അവർ മറ്റൊരു കൾച്ചറിലേക്ക് പോകുവാനായിട്ട് ഇടയാകത്തില്ല. അല്ലെങ്കിൽ ഇന്നും നമ്മളുടെ തലമുറയുടെ കഥയും ഇങ്ങനെ തന്നെ ആയിത്തീരും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുക, ആരാധനയ്ക്ക് പോകുവാൻ വേണ്ടി നമ്മൾ അവരെ പഠിപ്പിക്കുക, സൺഡേ സ്കൂളിൽ കൂടെ ദൈവത്തിൻ്റെ വചനം അവരെ പഠിപ്പിക്കുക, ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും ദൈവരാജ്യത്തിന് വേണ്ടി നിൽപ്പാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുമുള്ളതായ മെസ്സേജ് അവരെ മനസ്സിലാക്കി കൊടുത്താൽ അവർ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി നല്ല ക്രിസ്ത്യാനികളായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഇവിടെ കാണുന്നത് യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ളതായ പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവിടെ 5-ാമത്തെ വാക്യം മുതൽ അവിടെയുള്ളതായ ജാതികളുടെ ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കനാന്യര്, ഹിത്യര്, അമ്മോന്യര്, പെരീസ്യര്, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു, ഇടകലർന്ന് പാർത്തു എന്നാണ് കാണുന്നത്. അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ട് എടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. അതാണ് അവർ ചെയ്തതായ ഏറ്റവും വലിയ തെറ്റ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ജാതികളുമായിട്ട് അവർ ഇടകലർന്നു പോയി. ഒരു ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നതായ ആ സ്വഭാവം, അതിനുള്ളതായ വ്യഗ്രത, അതിനുള്ളതായ താല്പര്യം അടുത്ത തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നത്, ഇവിടെ അവൻ അവരെ മെസോപ്പൊത്താമിയിലെ ഒരു രാജാവായ കൂശൻ ശഥയീമിനെ വിറ്റുകളഞ്ഞു. അപ്പോൾ ജാതീയ രാജാവായിരുന്നതായ മെസോപ്പൊത്താമിയയിലെ രാജാവിനെ വിറ്റുകളഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ നിന്നും ആ രാജാവ്, അവരുടെ പടയാളികൾ ഇവിടേക്ക് കടന്നു വന്ന് മെസോപ്പൊത്താമിയോട് ചേർന്ന് കിടക്കുന്നതായ ആ ഭാഗത്തുള്ളതായ ഇസ്രായേൽ മക്കളെ എല്ലാം അടിമകളായിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അടിമകളാക്കി തീർത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
മെസൊപ്പൊത്തേമ്യയിലെ രാജാവിനെ സേവിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവരുടെ അവകാശങ്ങളെല്ലാം തന്നെ ആ രാജാവ് ഏറ്റെടുത്തു. ഇവർക്ക് യാതൊരുവിധമായ അവകാശങ്ങളും ഇല്ലാതെ അടിമകളായിട്ട് ജീവിക്കുന്നതായ അവസ്ഥയാണ് 8 വർഷങ്ങൾ. ആ സമയത്ത് അവർ ദൈവത്തെ നോക്കി, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിലവിളിച്ചപ്പോൾ അവിടെ ദൈവം എഴുന്നേൽപ്പിച്ചതായ ആദ്യത്തെ ഒരു ന്യായാധിപനാണ് കാലേബിൻ്റെ അനുജൻ ആയ കേനേസിൻ്റെ മകൻ ഒത്നിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് ന്യായാധിപനായിട്ട് എഴുന്നേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവങ്കലേക്ക് പകർന്നു. അവൻ ധൈര്യമുള്ളവനായി തീർന്നു, അവൻ ബലമുള്ളവനായി തീർന്നു, അവൻ ജനത്തെയൊക്കെ കൂട്ടിച്ചേർത്തു, യുദ്ധം ചെയ്ത് അവിടെ വിജയം നേടിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുന്നത്, അതിനുശേഷമായിട്ട് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞതായ ആ തലമുറ, ഒരു തലമുറയെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഏകദേശം 40 വർഷങ്ങളാണ്. അപ്പോൾ 40 വർഷം അവർക്ക് സ്വസ്ഥതയുണ്ടായി. അവർ ഈ ഇസ്രായേൽ മക്കളെ വീണ്ടും ഉപദ്രവിച്ചതായിട്ട് കാണുന്നില്ല. ഈ 40 വർഷങ്ങൾ സ്വസ്ഥതയോടെ ജീവിപ്പാനായിട്ട് സാധിച്ചു. അവിടെയാണ് ഒത്നിയേൽ ന്യായാധിപനായിട്ട് എഴുന്നേറ്റ് ദൈവപ്രവൃത്തി ചെയ്ത് ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ട് ഇസ്രായേൽ മക്കളെ വിടുവിച്ചതായിട്ട് ഉള്ളതായ ചരിത്രം കാണുന്നത്. എന്നാൽ 40 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ജനം വീണ്ടും ദൈവത്തെ മറന്നതായിട്ട് കാണുന്നു. ഈ 12-ാമത്തെ വാക്യം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, കെനസിൻ്റെ മകനായ ഒത്നിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്യുക കൊണ്ട് യഹോവ മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിന് വിരോധമായി ബലപ്പെടുത്തി. അവൻ അമ്മോന്യരെയും അമാലാക്കരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിനെ തോൽപ്പിച്ചതായിട്ട് നമ്മൾക്ക് കാണുന്നു. ദൈവം അനുവദിച്ചതായ ഒരു കാര്യമാണ് ഈ ജാതീയ രാജ്യങ്ങളെ ഈ ഇസ്രായേലിലേക്ക് ചെന്ന് ഇസ്രായേലിനെ തോൽപ്പിക്കുവാൻ വേണ്ടി ദൈവം അവരെ അനുവദിച്ചതായിട്ട് കാണുന്നു. എന്തുകൊണ്ടാണ് ദൈവം അനുവദിക്കുന്നത്? ചില കാര്യങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് ന്യായപ്രമാണം മോശ മുഖാന്തരം കൊടുത്തു. അതിനുശേഷമായിട്ട് യോശുവ മുഖാന്തരം അതിൻ്റെ ഇൻ്റർപ്രട്ടേഷൻ എല്ലാം പറഞ്ഞ് വിശദീകരിച്ച് കൊടുത്തതായ നല്ല ന്യായപ്രമാണം ലഭിച്ചതായ ഒരു ജനമാണ് ഇസ്രായേൽ മക്കളെന്ന് പറയുന്നത്. അവർ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാതെ പോകുമ്പോൾ പിന്നീട് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, അടിച്ചതിലേ പോയില്ല എങ്കിൽ പോയതിലെ അടിക്കുക എന്ന് നാട്ടിൽ ഒരു പറച്ചിലുള്ളത് പോലെയാണ് ഇവിടെയും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം കൊടുക്കുന്ന നിയമങ്ങൾ സൃഷ്ടാവിനെ അനുസരിക്കാതെ മുന്നോട്ട് പോകാൽ വീണ്ടും വീണ്ടും മറ്റുള്ളവരിൽ കൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അനുസരിക്കാതെ റിബല്യസ് മൈൻഡോടുകൂടെ മുൻപോട്ട് പോയാൽ അവരെ ദൈവം തള്ളിക്കളയുകയാണ്. അവരുടെ പോയതായ പോക്കിൽ കൂടെ അവർ പോകുവാൻ വേണ്ടി അനുവദിക്കുകയാണ്. ഈവൻ പുതിയ നിയമത്തിൽ പോലും ഈ കൃപായുഗത്തിൽ പോലെയും ആ പ്രവൃത്തി നമ്മൾക്ക് അവിടെ ഇവിടങ്ങളിലായിട്ട് കാണുവാനായിട്ട് സാധിക്കും. റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ഈ കാര്യം പൗലോസ് എഴുതിയിട്ടുണ്ട്. അവിടെ ദൈവത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ളതായ ജ്ഞാനം ഈ ജനങ്ങൾക്ക് എല്ലാം ഇന്നത്തെ കാലത്ത് ഉണ്ട്. അതുകൂടാതെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് വിളിച്ച് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും ദൈവം കൊടുത്തതായ ആ ദർശനത്തിന് വിപരീതമായി അവരുടെ ശരീരങ്ങളെയൊക്കെ ഉപയോഗിക്കുകയും പല രീതിയിൽ ദൈവനാമത്തെ ദുഷിക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്നവരെ അതേ രീതിയിൽ തന്നെ പോകുവാനായിട്ട് ദൈവം അനുവദിക്കുക എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയാകുവാൻ ഒരിക്കലും അനുവദിക്കരുത്.
നമ്മളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ എല്ലായ്പ്പോഴും അതിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇവിടെ ഇതാ ഒത്നിയേൽ ആ രാജ്യത്തെ വീണ്ടെടുത്തു. ദൈവത്തിൻ്റെ സഹായമൊക്കെ അവർ കണ്ടു. 40 സംവത്സരം സ്വസ്ഥത കൊടുത്തു, സ്വസ്ഥമായിട്ട് ജീവിച്ചു. അപ്പോൾ ആ സ്വസ്ഥത അനുഭവിക്കുമ്പോൾ അവരിതാ വീണ്ടും ദൈവസന്നിധിയിൽ മത്സരികളായിട്ട് തീർന്നു. അവർ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. ഇതാ ദൈവം അവൻ്റെ ശത്രു രാജാക്കന്മാരായിട്ടുള്ള 3 രാജാക്കന്മാരെ ഇതാ എഴുന്നേൽപ്പിക്കുകയാണ്. അതായത് മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിന് വിരോധമായി ബലപ്പെടുത്തി. അവൻ അമ്മോന്യരെയും അമാലേക്യരെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ആ സമയത്തും ഇതാ 18 സംവത്സരം എഗ്ലോനെ അവർ സേവിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മോവാബ് രാജാവായ എഗ്ലോനെ 18 വർഷം സേവിച്ചതിന് ശേഷമായിട്ട് ദൈവജനം ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവിടെ നിന്നും ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അതാണ് ഗേരയുടെ മകനായി ഇടം കയ്യനായ യേഹൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. ഈ ന്യായാധിപൻ എന്ന് പറയുന്നത് രക്ഷകനായിട്ട് ദൈവം എഴുന്നേൽപ്പിക്കുന്ന മനുഷ്യനാണ്. ദൈവം ആവശ്യമായ ശക്തി പകർന്നു കൊടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നു കൊടുത്തുകൊണ്ട്, ബുദ്ധിയും ജ്ഞാനമൊക്കെ കൊടുത്തുകൊണ്ട് ജനത്തെ രക്ഷിപ്പാനായി ദൈവം എഴുന്നേൽപ്പിക്കുന്ന മനുഷ്യനാണ് ന്യായാധിപൻ. അങ്ങനെ അടുത്ത ന്യായാധിപനായിട്ട് യേഹൂദിനെ രക്ഷകനായി അവിടെ എഴുന്നേൽപ്പിച്ചു എന്ന് നമ്മൾക്ക് കാണാം. 3-ാമത്തെ അധ്യായത്തിൽ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതാ ഈ യേഹൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ്റെ കൈവശം ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോവിനെ കാഴ്ച കൊടുത്തയച്ചു. എന്നാൽ യേഹൂദ് ഇരുവായുത്തലയും 1 മുഴം നീളവും ഉള്ള ഒരു ചുരികയുണ്ടാക്കി അത് വസ്ത്രത്തിൻ്റെ ഉള്ളിൽ വലത്തെ തുടക്കി കെട്ടി അവൻ മോവാബ് രാജാവായ എഗ്ലോൻ്റെ അടുക്കൽ കാഴ്ച കൊണ്ടുവന്നു ചെന്നു. എഗ്ലോൻ ഏറ്റവും സ്ഥൂലിച്ചവൻ ആയിരുന്നു. കാഴ്ച വെച്ച് കഴിഞ്ഞ ശേഷം കാഴ്ച ചുമന്നുകൊണ്ട് വന്നവരെ അവൻ അയച്ചു കളഞ്ഞു. എന്നാൽ അവൻ ഗിൽഗാലിനരികെയുള്ളതായ വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങിച്ചെന്ന്, രാജാവെ, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ രാജാവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയും യേഹൂദ അടുത്തു ചെന്നു. എന്നാൽ അവൻ തൻ്റെ ഗ്രീഷ്മഗ്രഹത്തിൽ തനിച്ച് ഇരിക്കുകയായിരുന്നു. എനിക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിപ്പാനുണ്ട് എന്ന് യേഹൂദ് പറഞ്ഞു. ഉടൻ അവൻ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നാൽ യേഹൂദ് ഇടം കൈ നീട്ടി വലത്തെ തുടയിൽ നിന്ന് ചുരിക ഊരി അവൻ്റെ വയറ്റിൽ കുത്തിക്കടത്തി അലകോടുകൂടെ പിടിയും അകത്തു ചെന്നു. അവൻ്റെ വയറ്റിൽ നിന്ന് ചുരിക അവൻ വലിച്ചെടുക്കയാൽ മേധസ് അലകിൻ്റെ മേൽ പൊതിഞ്ഞടഞ്ഞു എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. വളരെ സെക്യൂരിറ്റി ഉള്ളതായ ഒരു സ്ഥലമാണ് ഈ മോവാബ് രാജാവിൻ്റെ കൊട്ടാരമെന്ന് പറയുന്നത്. അവൻ്റെ സേവകന്മാർ ചുറ്റുപാടുമുണ്ട്. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തവനായ ഈ ഇടം കയ്യനായ യേഹൂദ എന്ന് പറയുന്നായ ന്യായാധിപൻ അവിടേക്ക് വളരെ ധൈര്യത്തോടുകൂടെ, വളരെ സ്ട്രാറ്റജിക്കലായിട്ട് ഒരു സമ്മാനം കൊടുക്കണം എന്നുള്ളതായ ഉപാധിയോടുകൂടെ ഈ എഗ്ലോൻ രാജാവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നു. അവനൊരു സ്വകാര്യം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അവനിതാ മറ്റുള്ളവരെയെല്ലാം മാറ്റിയിട്ട് അവൻ്റെ ചുരിക എടുത്ത് അവനെ കുത്തി കൊല്ലുന്നു. എന്നിട്ട് ആ കഥ കടച്ചതിന് ശേഷമായിട്ട് പുറകിൽ കൂടെ അവൻ ഓടിപ്പോകുന്നു. എന്നിട്ട് അവൻ കാഹളമൂതി ഇസ്രായേൽ മക്കളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇവരുമായിട്ട് യുദ്ധം ചെയ്തു. രാജാവ് തോറ്റു എന്ന്, മരണമടഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ ഇതാ ജനങ്ങൾ എല്ലാം തന്നെ വളരെ ദുഃഖിച്ചും വിലപിച്ചും കൊണ്ട് ഇരിക്കുമ്പോൾ അവരെയെല്ലാം വെട്ടി കൊന്ന് ജയം എടുക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ മോവാബിൽ ഉള്ളതായ ആ ജയത്തിന് ശേഷമായിട്ട് 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരുത്തനും ചാടിപ്പോയില്ല. അങ്ങനെ ആ കാലത്ത് മോവാബ് ഇസ്രായേലിന് കീഴടങ്ങി. മോവാബ് രാജ്യത്തെ ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദേശത്തിന് 80 സംവത്സരം സ്വസ്ഥ ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ
ഈ ഇടംകയ്യനായ യേഹൂദ് എന്ന് പറയുന്നതായ ന്യായാധിപൻ്റെ ആ പ്രവർത്തനത്തിന് ശേഷമായിട്ട് ഇസ്രായേൽ ദേശത്തിന് 80 സംവത്സരം സ്വസ്ഥതയുണ്ടായി. മറ്റ് ജാതികളുടെ പ്രശ്നമുണ്ടായില്ല. അവർ ദൈവത്തെ സേവിക്കുകയും ചെയ്തു എന്ന് കാണുന്നു. വീണ്ടും അടുത്ത വാക്യം നമ്മൾ നോക്കുമ്പോൾ 31-ാമത്തെ വാക്യം, മൂന്നാമതായിട്ട് വേറൊരു ന്യായാധിപനെ അവിടെ നമുക്ക് കാണുന്നു. അവൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ 80 വർഷങ്ങൾക്ക് ശേഷമായിട്ട് അനാത്തിൻ്റെ മകനായ ശങ്കർ എഴുന്നേറ്റു. അവൻ ഒരു മുടിങ്കോൽ കൊണ്ട് ഫെലിസ്ത്യരിൽ 600 പേരെ കൊന്നു. അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. ഫെലിസ്ത്യർ ജനത്തെ ഉപദ്രവിക്കുവാനായിട്ട് കടന്നു വന്നു. അപ്പോൾ ശങ്കർ എന്ന് പറയുന്നതായ ഒരു ന്യായാധിപനെ ദൈവം എഴുന്നേൽപ്പിച്ചു. നമ്മൾ സാധാരണയായിട്ട് ഈ പേര് ആരും പ്രസംഗിക്കാത്ത ഒരു പേരാണ്. എന്നാൽ ഇവിടെ നമ്മൾ അതിൻ്റെ ലിസ്റ്റിൽ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ശങ്കർ എഴുന്നേറ്റു. അവൻ ഒരു മുടിങ്കോൽ കൊണ്ട് ഫെലിസ്ത്യരിൽ 600 പേരെ കൊന്നതായിട്ട് കാണുന്നു. എന്താണ് ഈ മുടിങ്കോൽ എന്ന് പറഞ്ഞാൽ? അതെന്ന് പറഞ്ഞാൽ ഈ കാളയെ വയലിൽ ഉഴുതുമ്പോൾ ആ കാളയെ നിയന്ത്രിക്കുവാൻ വേണ്ടി നീളത്തിലുള്ളതായ കലപ്പയോട് ചേർന്ന് ആ ഉഴുന്നായ ആൾ ഉപയോഗിക്കുന്നതായ ഒരു കോലാണ്. അതിൻ്റെ ഒരു വശം കൂർത്തതാണ്, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ ഒരു അറ്റമെന്ന് പറയുന്നത്. അങ്ങനെയുള്ളതായ ആ മുടിങ്കോൽ ഉപയോഗിച്ച് അവൻ 600 പേരെ കൊന്നതായിട്ടാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ആത്മാവ് അവങ്കിലേക്ക് വന്നപ്പോൾ പ്രത്യേകമായ ആയുധങ്ങളൊന്നും തന്നെ അവൻ്റെ കൈകളിലില്ല. രഥമോ കുതിരയോ വാളോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ അവൻ്റെ കയ്യിൽ കിട്ടിയത്, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ്റെ കയ്യിൽ കിട്ടിയതായ ആ മുടിങ്കോൽ ഉപയോഗിച്ച് 600 ഫെലിസ്ത്യരെ ഒന്നിച്ച് കൊന്നതായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന് ശേഷമായിട്ട് ദേശത്തിന് സ്വസ്ഥത വന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇതുപോലെയുള്ളതായ സംഭവങ്ങൾ വീണ്ടും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ശിംശോൻ്റെ കഥ പഠിക്കുമ്പോഴും കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ കയ്യിൽ ചെറിയ ഒരു ഉപകരണം കൊണ്ട്, ഒരു കഴുതയുടെ താടിയല് കൊണ്ട് ആയിരങ്ങളെ കൊന്ന് ഒടുക്കുന്നതായ ആ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ന്യായാധിപന്മാരുടെ മറ്റൊരു ഘട്ടമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, യേഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവൻ്റെ സേനാപതി ജാതികളുടെ ഹരോശത്തിൽ പാർത്തിരുന്ന സീസേര ആയിരുന്നു. അവന് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് 900 ഇരുമ്പ് രഥം ശേഖരിച്ച് വലിയ യുദ്ധസന്നദ്ധരായിട്ട് എപ്പോഴും ഇരുന്നതായ ഒരു രാജാവാണ് കനാന്യ രാജാവായ യാബീൻ. അവരുടെ വളരെ ഫേമസും എക്സ്പെർട്ടുമായ ഒരു സേനാപതിയായിരുന്നു സിസേര എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അടിമത്വത്തിൽ ജനം ആയിത്തീർന്നു. കാരണം ദൈവത്തെ ഇവർ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവം അവരെ വിറ്റുകളഞ്ഞു. ഈ കനാന്യ രാജാവ് കടന്നു വന്ന് ഇവരെ അടിമകളാക്കി തീർത്തു എന്നാണ് നമ്മൾക്ക് കാണുന്നത്. എന്നാൽ വളരെ വർഷങ്ങൾ അവരുടെ അടിമകളായിട്ട് തീർന്നപ്പോൾ വേദന, ശാരീരികമായ വേദന, മാനസികമായ വേദന, പീഡനങ്ങൾ മുതലായവയൊക്കെ കടന്നു വന്നപ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അക്കാലത്ത് ദൈവം മനസ്സലിവുള്ളവനാകയാൽ ആ നിലവിളിയുടെ മധ്യത്തിൽ ദൈവം മനസ്സലിഞ്ഞ് ഒരു കാര്യം ചെയ്യുന്നു. അടുത്തതായിട്ടൊരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കുന്നു. 4-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ആ കാലത്ത് ലപ്പീദോത്തിൻ്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചക ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. ഇവിടെ ഒരു സ്ത്രീയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ആ സ്ത്രീയുടെ പേര് ദെബോര എന്നാണ്. അവൾ ഒരു പ്രവാചകയായിരുന്നു എന്നും എഴുതിയിരിക്കുന്നു. അവളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ലപ്പീദോത്തിൻ്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. അവൾ എബ്രയീം പർവ്വതത്തിൽ രാമയ്ക്കും ബഥേലിനും മധ്യയുള്ള ദെബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. അവൾ അബീനോവാദിൻ്റെ മകനായ ബാരാക്കിനെ
നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ചിട്ട് അവനോട്, നീ പുറപ്പെട്ട താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബുലിൻ്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീൻ്റെ സേനാപതി സീസരെയും അവൻ്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്നുള്ളതായ പ്രവചനം ഇതാ ബാരാക്കിനെ കൊടുക്കുകയാണ്. ബാരാക്കൊരു യുദ്ധവീരനാണ്. ആ കാലത്ത് അവിടെയുള്ളതായ ഒരു യുദ്ധ നേതാവാണ്. അവനെ വിളിച്ചിട്ട് ഈ ദെബോര പറയുകയാണ്, ഞാനൊരു സ്ത്രീയാണ്, അപ്പോൾ ഞാനിവിടെ ന്യായപാലനം ചെയ്യുന്നുണ്ട്, എന്നാൽ ദൈവത്തിൽ നിന്നുള്ളതായ മെസ്സേജ് എനിക്കുള്ളത്, നീ ചെന്നിട്ട് ആ താബോർ പർവ്വതത്തിലേക്ക് ചെല്ലണം. അവിടെ നിന്നും കുറേ ആൾക്കാരെയൊക്കെ ശേഖരിച്ചുകൊണ്ട് നഫ്താലിയുടെയും സെബൂലൂൻ്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊണ്ട് ഈ സീസരയോട് യുദ്ധം ചെയ്യുവാൻ നീ ധൈര്യമായിട്ട് ചെല്ലുക എന്ന് പ്രവചിച്ച് പറഞ്ഞു. അവരെ ആ സീസരയുടെ സൈന്യത്തെയും സീസരെയും നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും എന്നുള്ളതായ പ്രവചനമാണ് ഈ ദെബോര ബാരാക്കിനോട് പറയുന്നത്. എന്നാൽ അവിടെ നമുക്കൊരു കാര്യം കാണുവാനായിട്ട് സാധിക്കുന്നത്, ഈ ബാരാക്കിന് ആവശ്യമായ ധൈര്യം പോരായികയാൽ അവൻ പറയുന്നു, നീ കൂടെ പോരാ ദെബോര, നീയൂടെ എന്നോടുകൂടെ പോരാമെങ്കിൽ ഞാൻ അവിടേക്ക് കടന്നു പോകാം എന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് അങ്ങനെ നിൻ്റെ ആവശ്യം പറയുകയാണെങ്കിൽ ഞാൻ അവിടെ വന്ന് നിനക്ക് ധൈര്യത്തിന് വേണ്ടി ഞാൻ കൂടെ വരാം. എന്നാൽ ഈ ജയത്തിനുള്ളതായ ആ ബഹുമാനം നിനക്ക് കിട്ടുകയില്ല, അത് മറ്റൊരു സ്ത്രീക്ക് പോകും എന്ന് ഈ ദെബോര ബാരാക്കിനോട് പറയുന്നു. അപ്പോൾ ബാരാക്ക് സമ്മതിക്കുകയാണ്, അങ്ങനെ ആയാലും സാരമില്ല, നീ എന്നോടുകൂടെ പോരണം, എനിക്കൊരു ധൈര്യം വേണം, ദൈവത്തിൻ്റെ ആലോചന എനിക്ക് വേണം, ആ ധൈര്യത്തോടുകൂടെ പോയാൽ ഈ കാര്യങ്ങൾ സാധിച്ച് ബഹുമാനം കിട്ടിയില്ല എങ്കിലും സാരമില്ല എന്നുള്ളതായ ആ ഒരു ബോധ്യത്തോടുകൂടെ അവർ പോകുന്നു. അവിടെ താബോർ മലയിലേക്ക് കടന്നു ചെല്ലുന്നു. ദൈവം ഈ കനാന്യ രഥങ്ങളെയൊക്കെ അല്ലെങ്കിൽ സീസരയുടെ രഥങ്ങളെ ഒക്കെ അതിൻ്റെ വീലുകളൊക്കെ തെറ്റിച്ച് മഴ പെയ്യിച്ച് അതിലേക്ക് രഥങ്ങളും ചക്രങ്ങളും ഒക്കെ അങ്ങ് തെറ്റിപ്പോകുന്നതായിട്ടും അത് വർക്ക് ചെയ്യാതെ ഇരിക്കുന്നതായിട്ടുമുള്ള ഒരു കാര്യമാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 900 ഇരുമ്പ് രഥങ്ങളുമായി തൻ്റെ എല്ലാ പടജനത്തെയും ജാതികളുടെ ഹോരേഷ്യത്തിൽ നിന്ന് കീശോൻ തോട്ടിനെതിരെ വിളിച്ചു കൂട്ടിയതായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ യഹോവ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവ സീസരയെയും അവൻ്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിൻ്റെ മുമ്പിൽ വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. സീസര രഥത്തിൽ നിന്നും ഇറങ്ങി കാൽനടയായി ഓടിപ്പോയി എന്നാണ് നമുക്ക് കാണുന്നത്. സീസര രഥത്തിൽ നിന്നും ഇറങ്ങി തോറ്റ് ഓടിപ്പോവുകയാണ്. ഓടിച്ചെന്ന് ഒരു സ്ത്രീയുടെ വീട്ടിലേക്കാണ് ഒളിച്ചു ചെല്ലുവാനായിട്ട് ഓടുന്നത്. എന്നാൽ ചെന്നത് 17-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണുന്നത്, ഈ ദെബോര പറഞ്ഞതായ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. ആരാണ് ആ സ്ത്രീ? എന്നാൽ സീസര കാൽനടയായി കേനാന്യനായ ഹേബേരിൻ്റെ ഭാര്യ യായേലിൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. ഈ സീസര സൈന്യാധിപൻ കടന്നു ചെല്ലുന്നു. അവനെ പറയുന്നു, എന്നെ രക്ഷിക്കണം, എന്നെ ഇവിടെ ഒളിപ്പിക്കണം, ഞാൻ വളരെ ദാഹിച്ചിരിക്കുന്നു, എനിക്കല്പം വെള്ളം വേണം. അവിടെ ശേഖരിച്ചു വച്ചിരിക്കുന്ന ആ പാല് ഒഴിച്ചു കൊടുക്കുന്നു. ആ രാജാവിൻ്റെ പക്ഷക്കാരൻ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ഭയമില്ലാതെ അവിടെ കിടന്നുറങ്ങുന്നു. അപ്പോൾ ഈ യായേൽ എന്ന് പറയുന്ന സ്ത്രീ അവൻ്റെ പുറത്തേക്ക് ഒരു പുതപ്പ് ഇട്ട് ഉറങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അവൾ അടുത്തുള്ളതായ ആ വേലിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതായ ഒരു കുറ്റി എടുത്തിട്ട് അവൻ്റെ ചെന്നൈയിൽ അടിച്ച് തറച്ച് അത് പൊട്ടിച്ച് കളഞ്ഞു എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ ഹേബേരിൻ്റെ ഭാര്യ യായേൽ കൂടാരത്തിൻ്റെ ഒരു കുറ്റിയെടുത്ത് കയ്യിൽ ചുറ്റികയും പിടിച്ച് പതുക്കെ അവൻ്റെ അടുക്കൽ ചെന്ന് കുറ്റി അവൻ്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്ത് ചെന്ന് ഉറച്ചു. അവൻ ഗാഠനിദ്രയായിരുന്നു. അവൻ ബോധം കെട്ട് മരിച്ചുപോയി എന്നുള്ളതായ ആ ചരിത്രമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ
ഒരു സ്ത്രീ ആണെങ്കിൽ തന്നെയും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിന്നത് മൂലം അവിടെ ദൈവം അവളെ ഉപയോഗിക്കുന്നു. അവിടെ ഈ ന്യായാധിപന്മാരുടെ കൂട്ടത്തിൽ ന്യായപാലനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചത് ഒരു സ്ത്രീയെയാണ്. അതായത് ദെബോര എന്നുള്ള പറയുന്നതായ സ്ത്രീ വളരെ ധൈര്യവതിയും ദൈവസന്നിധിയിൽ ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിക്കുന്നവളും ആയിരുന്നു അവൾ. അങ്ങനെ അവൾക്ക് ആ ഒരു പ്രത്യേകമായുള്ളതായ ഒരു പേരാണ് ന്യായാധിപന്മാരുടെ കൂട്ടത്തിൽ അവൾക്ക് ലഭിച്ചത്. എന്നിട്ട് 5-ാം അധ്യായത്തിൽ അവൾ ഒരു പാട്ട് പാടുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അവൾ പാടുകയാണ്. പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നപ്താലി പോർക്കട മേടുകളിൽ തന്നെ. അവർ ഭയമില്ലാതെ പ്രാണനെ ത്യജിച്ചുകൊണ്ട് ഈ നപ്താലി ഗോത്രവും സെബുലൂൻ ഗോത്രവും പോർക്കള മേടുകളിൽ യുദ്ധം ചെയ്തതിനെ പ്രശംസിച്ചുകൊണ്ട് ദെബോര ഒരു പാട്ട് പാടുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്നും നമ്മളുടെ ജീവിതത്തിൽ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെ പലരും സുഖമായിട്ട് വീടുകളിൽ താമസിക്കുമ്പോൾ ഈ സെബുലൂൻ ഗോത്രം പോലെ അല്ലെങ്കിൽ നപ്താലി ഗോത്രത്തിലുള്ളവരെ പോലെ തങ്ങളുടെ പ്രാണനെ ത്യജിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയുടെ നോർത്ത് ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ പ്രാണനെ ത്യജിച്ചുകൊണ്ടാണ് സുവിശേഷത്തിന് വേണ്ടി, ഈ സുവിശേഷത്തിൻ്റെ വാളും എന്തിക്കൊണ്ട് ഈ ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു ജനം, അവരെയാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്. എന്നാൽ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ്. അവരുടെ പുറകിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആവശ്യമായ സപ്പോർട്ട് ചെയ്യുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യേണ്ടത് ദെബോര ചെയ്തതുപോലെ നമ്മൾക്കും അതിനുള്ളതായ ഒരു കടമയുണ്ട്. അതിൻ്റെ 22-ാമത്തെ വാക്യം, 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേകമായ വാക്കാണ് എഴുതിയിരിക്കുന്നത്. ചിലരൊക്കെ അത് വായിക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല എന്താണെന്ന്. അന്ന് വൽഗീതത്താൽ, ശൂരവൽഗീതത്താൽ കുതിരക്കുളമ്പുകൾ ഘട്ടനം ചെയ്തു എന്ന് പറയുമ്പോൾ ആ സിസേരയുടെ രഥങ്ങൾ, ഇരുമ്പ് രഥങ്ങളും കുതിരകളുമൊക്കെ പോകുന്നതായ ആ ശബ്ദം, അതിലെ കുതിരക്കുളമ്പുകളുടെ ശബ്ദം, ഇരുമ്പ് ലാടൻ തെറിച്ചതായ ആ കുതിരക്കുളമ്പുകളുടെ ശബ്ദത്തിൻ്റെ മധ്യത്തിൽ ഈ വില്ലാളികൾ സെബുലൂൻ ഗോത്രത്തിലും നപ്താലി ഗോത്രത്തിലുമുള്ളതായ ആ ആൾക്കാർ പോർക്കട മേടുകളിൽ നിന്നുകൊണ്ട് അവരുമായി യുദ്ധം ചെയ്തതായ കാര്യത്തെയാണ് ഇവിടെ ഈ ദെബോര എന്നുള്ളതായ പ്രവാചകി ഒരു പാട്ടിൽ കൂടെ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. തുടർന്നുള്ളതായ ന്യായാധിപന്മാരുടെ ചരിത്രങ്ങൾ ഇന്നത്തെ ലെസണിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ പറ്റാത്തത് കൊണ്ട് ഇത് 2 ഭാഗങ്ങളായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തിരിക്കുകയാണ്. 1-ാമത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത 2-ാമത്തെ പാർട്ടിൽ നമുക്ക് ബാക്കിയുള്ളതായ ന്യായാധിപന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ടുള്ളത്? ദൈവം തൻ്റെ ശ്രേഷ്ഠമേറിയ കൽപ്പന കൊടുത്തതായ ജനമാണ് ഇസ്രായേൽ. ആ കൽപ്പന മോശ മുഖാന്തരം കൊടുത്തു. അവരോട് പറയുന്നു, നിങ്ങളിതിൽ നിലനിൽക്കണം, നിങ്ങളിതിൽ നിന്ന് തെറ്റിപ്പോകരുത്. ജാതികളുടെ ദേശത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ, ദേശത്തെ നന്മകൾ പ്രാപിക്കുമ്പോൾ അതിൽ നിങ്ങൾ അഹങ്കരിച്ചു പോവുകയോ ആ ചുറ്റുപാടുമുള്ള ജാതികളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടകലർന്ന് അവരുമായി സംബന്ധം കൂടുകയോ ചെയ്യരുതേ എന്നുള്ളതായ പ്രത്യേകമായ നിയമങ്ങൾ കൊടുത്തിരുന്നു. നമ്മളുടെ ജീവിതത്തിലും അതുതന്നെയാണ് ഇന്ന് കർത്താവ് ഈ പുതിയ നിയമത്തിലും ആഗ്രഹിക്കുന്നത്. സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഭയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സഭയെന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ജാതികളുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. പലവിധമായ സമ്പ്രദായങ്ങളും വിഗ്രഹ ആരാധനകളും ഒക്കെയുണ്ട്. എന്നാൽ സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന വേർപെട്ട ജനമായിട്ട് നമ്മൾ ഈ കാലത്തും ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം.
അതിനാവശ്യമായ എല്ലാവിധമായ നല്ല വചനങ്ങളെയും കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ആ എല്ലാവിധമായ വെളിപ്പാടും നമ്മൾക്ക് നൽകി തന്നു. പഴയ നിയമത്തിൽ ഇല്ലാതിരുന്നതായ വെളിപ്പാടാണ് പുത്രനിൽ കൂടെ ഈ അന്ത്യകാലത്ത് നമ്മൾക്ക് തന്നിരിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവം ശത്രുക്കളെയൊക്കെ ഉടനെ നശിപ്പിച്ച് കളയുമായിരുന്നു. കാരണം ന്യായം നടക്കണം. ആ ന്യായത്തിനുള്ള പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ ന്യായം ഉടനെ നടക്കണം. എന്നാൽ ഈ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ പഴയ യുഗമൊന്ന് മാറ്റിവെച്ചിട്ട് ഒരു കൃപായുഗം ഇവിടെ നൽകി തരുന്നു. പാപം ചെയ്തവർക്ക് പോലും വീണ്ടും അവസരങ്ങൾ കൊടുത്ത് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുള്ളതായ സമയങ്ങളാണ് ദൈവം നമ്മൾക്ക് നൽകി തരുന്നിരിക്കുന്നത്. പഴയ നിയമത്തിലെ ജനങ്ങളെക്കുറിച്ച് എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടാണ്. പല പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും അവർ പിന്തിരിഞ്ഞു പോയി. അവരെ പോലെ നിങ്ങൾ പിന്തിരിഞ്ഞ് പോകുന്നവർ ആകരുത്, അവരെ പോലെ നിങ്ങൾ റിബല്യസ് ആകരുത് എന്നുള്ളതാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അവർ പലരും പട്ടുപോയി. എന്നാൽ നമ്മളങ്ങനെ പട്ടുപോകാനുള്ളവരല്ല. ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്ന സാക്ഷികളായിട്ട് ഈ പുതിയ നിയമത്തിൽ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ സഭയിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ ഈ പരിശുദ്ധാത്മാവ് വന്നും പോയും ഇരുന്നു. ചിലരിലേക്ക് മാത്രം അത് നൽകി കൊടുത്തിരുന്നു. ഈ ന്യായാധിപന്മാരിലേക്ക് ആ പരിശുദ്ധാത്മാവിനാൽ അവരെ ശക്തീകരിച്ച് അവരെ നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മൾക്കൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധാരാളമായിട്ട് അളവില്ലാതെ നൽകി നമ്മളെ ശക്തീകരിച്ച് ബലപ്പെടുത്തുന്നതായ കർത്താവാണ് ഇന്ന് നമുക്കുള്ളത്. ആ ബലത്തോടുകൂടെ പോകുവാൻ, വിശുദ്ധിയോടുകൂടെ പോകുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ന്യായാധിപന്മാരുടെ സെക്കൻഡ് പാർട്ട് അടുത്ത ലെസണിൽ നമ്മൾ പഠിക്കും. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.